അയ്യോ ഇതാരാ അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാണ് പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ എന്ന് വെച്ചാൽ ഈനാമ്പേച്ചിക്ക് മരപ്പറ്റി കൂട്ട്. ഇന്നലെ ഒരു കഥാപുസ്തക പരിപാടി ഉണ്ടായി. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ട് അടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട. അതിന്റെ കെട്ട് എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളിപോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ ഞാൻ കെട്ടിക്കുന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണ്ടോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താലല്ല കുഴപ്പം. എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും, ചുടുവെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്നു നടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ? അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ഒരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല കല്ല് കൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് വളർത്തിക്കൊള്ളാം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പത്തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് കൂടോ. അയ്യോ, ഹലോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കരി കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷേ ഏതാ ഈ ഹനുമാൻ? അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ
ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരികൾ. അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്ക ശ്യാമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാവീരികൾ. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരുത്തിക്കല്ല കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. അല്ല ആശ വഴിയിടാൻ മറന്നുപോയതാ. ആനയുടെ അതാരാ? അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? Nothing of it about it. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പമുങ്കവൻ? പത്തുറന്നാൽ പച്ചത്തെറി കൈക്കെടുത്താൽ കൂമ്പിനിടി പാപ്പന് പോലീസില്ല ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസൊതുക്കൽ മോദി. വാശിയുള്ളൊരേമാൻ വിശയുള്ള കേമൻ അക്കിയെടുത്തണിഞ്ഞാൽ വെറുപടക്കാനില്ല. മുകിലത് ദേഷ്യം വന്ന ഉടനെ തങ്ങട്ടുള്ള വാക്കുറന്നാൽ തെറി പറയും. നോക്കി ചൂണ്ടി പേടിപ്പിക്കും. നോക്കി നിന്നാൽ തിരിച്ചുടനെ നോക്കത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ, ആരാണ് ഇവൻ? സാറേ, കല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണിത്. Yes, I am the father of your Maymun, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറുക. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല, ഛെ, അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിക്കുന്നു. പോയി വിളിച്ചോടാ, പോടാ അവിടുന്ന്. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ ഓമയാലും പഞ്ചമാകും.